ഇന്ന് നമുക്ക് നല്ലൊരു മധുരമായാലോ. നല്ല അടിപൊളി തേൻ നെല്ലിക്ക കണ്ടിട്ട് മനസ്സിലായോ? നല്ല തേനൂറും തേൻ നെല്ലിക്ക എന്ന് പറയുന്നതാവും ശരി. നല്ല സോഫ്റ്റ്, നല്ല സ്പഞ്ച്, നല്ല എന്താ പറയുക, ജെല്ലി പോലെ ഇരിക്കുന്ന നെല്ലിക്ക. ശരിക്കും സോഫ്റ്റായിട്ട് തേനും എല്ലാം നന്നായിട്ട് അബ്സോർവ് ചെയ്ത് നല്ല അടിപൊളി തേൻ നെല്ലിക്ക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. 10-15 നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുത്ത് കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷം അതിൻ്റെ ഓരോ നെല്ലിക്കയും ഞാൻ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച നെല്ലിക്ക ഹോളിടാൻ നല്ല കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് പ്രസ് ചെയ്യണം, കുറച്ച് അമർത്തി പ്രസ് ചെയ്യണം. നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സംഭവങ്ങളെല്ലാം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോളിടുന്നത്. എല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ട് ഹോളിട്ട് അത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. നമുക്ക് അച്ചാറിടാനായാലും നെല്ലിക്ക ചെയ്യാനും എല്ലാം ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുകയേ ചെയ്യാവൂ. അപ്പോൾ ഞാൻ എല്ലാം ഹോളിട്ട് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റീമറിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചു. ഇപ്പോൾ ഞാൻ ശരിക്കും ഫോർക്ക് കൊണ്ട് അമർത്തി പ്രസ് ചെയ്തത് ഇപ്പോൾ ശരിക്കും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ, ഫോർക്കൊന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ അത് കറക്റ്റ് നന്നായിട്ട് ഫോർക്ക് അതിലേക്ക് നന്നായിട്ട് നമുക്കത് കുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനത് മാറ്റി വെച്ചതിന് ശേഷം ഒരു സോസ് പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കര പാനി കാച്ചത് അതിലേക്ക് അരിച്ചൊഴിക്കാം. ഈ പാത്രത്തിലേക്കാണ് ഇനി നെല്ലിക്ക വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ ഞാനിപ്പോൾ ഒരു 250 ഗ്രാം നെല്ലിക്കയ്ക്ക് അതുപോലെ തന്നെ 250 ഗ്രാം ശർക്കര പാനി കാച്ചിയതാണ്. നെല്ലിക്കയും 300 ഗ്രാമിനകത്തേ ഉള്ളൂ, അതുപോലെ തന്നെയാണ് ശർക്കരയും. കറക്റ്റ് ക്വാണ്ടിറ്റി അനുസരിച്ച് മധുരം വേണം. നമ്മൾ എടുക്കുന്നതനുസരിച്ച്, നെല്ലിക്കയുടെ അളവനുസരിച്ച് മധുരം വേണം. ഇപ്പോൾ ശർക്കര കുറച്ചേ ഇടുന്നുള്ളൂ എങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല, ശർക്കര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ സിനമൺ പൊടിച്ചത്, അതായത് നമ്മുടെ പട്ട പൊടിച്ചത്, ഒരു 1/4 സ്പൂൺ പട്ട പൊടിച്ചതും ഒരു 3-4 ഏലക്കയും അതുപോലെ ഒരു 4 ഗ്രാമ്പൂ. ഇതെല്ലാം അതിൽ കിടന്ന് തിളച്ച് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫ്ലേവറാണ്. ശരിക്കും ഈ തേൻ നെല്ലിക്കയ്ക്ക് ഒരു പ്രത്യേകതരം ഫ്ലേവറും ഒരു രുചിയും ഈ ഐറ്റംസ്, ഈ സ്പൈസസിൻ്റെ മണം, ആ ഒരു ടേസ്റ്റ് ഇതിന് പ്രധാനമായിട്ട് ആവശ്യമുണ്ട്. ചിലരൊക്കെ പെരുംജീരകം അങ്ങനെയൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഓവറായിപ്പോവും. ഇത് തന്നെ വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടൊക്കെയാണ് 3-4 വെച്ച് ചേർത്തിട്ടുള്ളൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നെല്ലിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ തന്നെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഇപ്പോൾ ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഇതിനി നല്ല പണിയാണ്. കാരണം നമ്മൾ വീഡിയോയിൽ അത്രയും ടൈം എടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു ഏകദേശം 1/2 മണിക്കൂറെങ്കിലും എടുക്കണം. ഇത് ചെറു തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഈ ശർക്കര ഫുള്ളും നെല്ലിക്കയിൽ അബ്സോർബ് ആവണം. അതായത് നെല്ലിക്ക നല്ല കളർ മാറി ശർക്കരയുടെ കളറായിട്ട് തന്നെ വരും. അത്രയ്ക്കും നല്ല രീതിയിൽ കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ശർക്കര ആയതുകൊണ്ട് ചിലപ്പം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഈ പാത്രം ഇങ്ങനെ ആയതുകൊണ്ട്, ഇത് ഇൻഡസ് വാലിയുടെ ഈ ഒരു പാത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കിനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ശരിക്കും അത് അടി പിടിക്കില്ല. ഇത് അത്രയ്ക്കും നല്ല കോട്ടിങ്ങൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പാത്രമാണ് ഈ സോസ് പാൻ. ഇത് വീഡിയോ ഒന്നുമല്ല, പാത്രം വാങ്ങാനുള്ള അങ്ങനെയല്ല. ഇത് ഞാൻ ഒത്തിരി ഉപയോഗിച്ചതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് എവിടെ നിന്നൊന്ന് ചോദിച്ചാൽ ഇൻഡസ് വാലിയിൽ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും എന്ന് പറഞ്ഞതാണ്. അത്രയും ഉപയോഗമുള്ള നല്ലൊരു പാത്രം ആയതുകൊണ്ടാണ്. ഈ ചെറിയൊരു പാത്രത്തിൻ്റെ തന്നെ നല്ല റേറ്റാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ ഒറ്റനൂൽ പരുവെന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ശർക്കര നമ്മൾ 2 വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു നൂല് പോലെ ഇങ്ങനെ വരണം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഈ നെല്ലിക്കയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് അത്രയ്ക്കും വിലപിടിപ്പുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹവും അതെല്ലാം ആ ഒരു ഷെയർ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോകളുണ്ട്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ശരിക്കും അത്യാവശ്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഏകദേശം എൻ്റെ നെല്ലിക്കയുടെ ആ ഒരു
നൂൽ പരുവമായിട്ടുണ്ട്. ശർക്കര നല്ല ഒരു നൂൽ പരുവം പോലെ ആയി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് നൂൽ പരുവമായിട്ടുണ്ട്. ശരിക്കും ഈ രീതിയിൽ ഒന്ന് ആയതിന് ശേഷം നമുക്ക് അത്രമാത്രം ഈ ശർക്കരയുടെ അളവൊക്കെ ശരിക്കും കുറഞ്ഞു. ഇനി നമുക്ക് തണുത്തതിന് ശേഷമാണ് ഇതിന് അടുപ്പ് ഓഫ് ചെയ്ത് വെച്ച് ഇതെല്ലാം തണുത്തതിന് ശേഷം നമുക്കൊരു 2 സ്പൂൺ തേൻ ചേർക്കാം. ഈ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരും ഞാനും ആദ്യം വിചാരിച്ചെന്താണ് തേനിൽ കുക്ക് ചെയ്തെടുക്കാൻ. പക്ഷേ തേൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് തിളപ്പിച്ചുവിടല്ലോ. തേൻ തിളപ്പിച്ചാൽ അത് പോയിസണായി പോകും. അപ്പോൾ ശരിക്കും ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തേൻ ഒഴിക്കാവൂ. ചിലപ്പോൾ തേൻ ഒഴിക്കാതെ കഴിക്കുന്നവരും ഉണ്ട്. പിന്നെ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ വെറുതെ ശർക്കരയിൽ മാത്രം കുക്ക് ചെയ്തെടുത്തിട്ട് കഴിക്കുമ്പോൾ തേൻ നെല്ലിക്ക ആവില്ലല്ലോ. മധുരം ഉണ്ടാവും, പക്ഷെ ആ ഒരു തേനിൻ്റെ ഒരു രുചിയും കൂടെ വേണം. ഇപ്പോൾ ശരിക്കും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ നല്ല ചെറുതേനാണ് 2 സ്പൂൺ ചെറുതേനാണ് ഒഴിച്ചത്. അത് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇവരുടെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആ തേനെടുത്ത് കൊണ്ട് തന്ന ഒരു തേനാണിത്, ചെറുതേനാണിത്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള തേനാണ്. അപ്പോൾ അത് തേൻ ഒഴിച്ചിട്ട് ഇൻഷാല്ലാ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അടിപൊളിയാണ് സംഭവം കേട്ടോ. ഇത് ഈ രീതിയിൽ തേൻ നെല്ലിക്ക ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുകയും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തൊന്ന് കഴിച്ച് നോക്കുകയും ചെയ്യണം. ഇതെടുത്ത് കയ്യിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും അങ്ങ് സോഫ്റ്റായിട്ട് അപ്പോൾ തന്നെ അങ്ങ് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ ഫുള്ളും ഇതിലിരിക്കുന്ന തേൻ ഫുള്ളും അതിൽ അബ്സോർബ് ആകും. ഇപ്പോൾ ശരിക്കും അതങ്ങ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.